ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ തന്നെ ഭയങ്കര വിഷമത്തിലായിരുന്നു കേട്ടോ. എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി. എന്നിട്ട് അത് ശരിയാക്കാൻ കൊടുത്തപ്പോൾ അവർ ഇട്ട് തന്ന ഡിസ്പ്ലേക്ക് തീരെ ക്ലാരിറ്റി ഇല്ല. വീഡിയോ ഒന്നും എടുത്തിട്ട് ശരിയാവണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ എനിക്ക്. ഞാനാണെങ്കിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഫോണൊക്കെ കേടായപ്പോൾ മനസ്സിന് ഭയങ്കര വിഷമമായി. എന്നാലും വീഡിയോസൊക്കെ ഇടണം എന്ന് തന്നെയാണ് ആഗ്രഹം. എന്തായാലും നമ്മളൊരു കാര്യം തുടങ്ങി വെച്ചതല്ലേ, അത് പകുതിക്ക് വെച്ച് നിർത്തണില്ല, അത് ഇനി കണ്ടിന്യൂ ആയിട്ട് പോവും. ഇന്ന് എൻ്റെ ഒപ്പം തന്നെ രാമനും എനിക്ക് വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വന്നപ്പോൾ രാമനെ ബ്രഷ് ചെയ്യാനുള്ളതൊക്കെ ആക്കി കൊടുക്കുകയാണ്. ഇനി അന്തൂസ് ഇന്നലെ വെക്കേഷനായ കാരണം അന്തൂസ് ചേട്ടൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഇന്നലെ വന്നിട്ടുണ്ടാവും, നല്ല ഉറക്കമാണ് അവന്. ഇന്നലെ സ്പോർട്സിൻ്റെ പ്രാക്ടീസും ഫുട്ബോൾ കോച്ചിങ്ങും ഒക്കെ ഉണ്ടായിരുന്ന കാരണം ഭയങ്കര ക്ഷീണം. അപ്പോൾ ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു. അടുക്കള എന്നിട്ട് ഒന്ന് ഒതുക്കി. എന്നിട്ട് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് പയർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയാണ് പയറൊക്കെ കൃഷി ചെയ്യണത്. അമ്മ ഒരുപാട് സാധനങ്ങൾ വീട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പടവലങ്ങ, കയ്പക്കായ, കോവയ്ക്ക, ചീരയൊക്കെ അമ്മ ഒരുപാട് കൊടുത്തയക്കും കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പച്ചക്കറികളൊക്കെയും കൂട്ടി ഭക്ഷണമൊക്കെ കഴിക്കാൻ നമുക്ക് നല്ല രസമല്ലേ. എന്നിട്ടിപ്പം രാവിലത്തേക്കൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ചോറും പച്ചപ്പയറും ഉപ്പേരിയൊക്കെയാണ് രാവിലത്തെ പണികളായിരുന്നത്. പിന്നത്തെ പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണികൾ മടക്കി വയ്ക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. പക്ഷേ മടക്കി വയ്ക്കാതെ നിവർത്തിയില്ലല്ലോ, നമ്മൾ തന്നെ മടക്കി വയ്ക്കണ്ടേ. അങ്ങനെ രാവിലെ തന്നെ തുണികൾ മടക്കി വയ്ക്കാണ്ടായിരുന്നതൊക്കെ മടക്കി വെച്ചു. പിന്നെ അപ്പോഴേക്കും ചേട്ടൻ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. വെള്ളയപ്പവും മസാലക്കറിയാണ് ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ടാറ്റാ.